ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ലോക പൈതൃക പട്ടികയിൽ ഇടം പിടിച്ച ഊട്ടി ഉദകമണ്ഡലം റെയിൽവേ സ്റ്റേഷനാണ്. അവിടെ കയറി ചെല്ലുമ്പോൾ തന്നെ വെള്ളം എന്തോ ടാങ്കോ പൈപ്പ് എന്തോ പൊട്ടിയിട്ട് വെള്ളം ധാരാളമായിട്ട് ഒഴുകിയിട്ട് ഇവിടെ ഗേറ്റിൻ്റെ വഴിക്ക് തന്നെ നിൽക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. സമ്മർ സീസണായതിനാൽ ധാരാളം സഞ്ചാരികളാണ് ഊട്ടിയിലേക്ക് എത്തുന്നത്. നാട്ടിലെ പെരും ചൂടും അസഹ്യമായ ചൂടും കാലാവസ്ഥയും അവധിയും ഒക്കെ പാടെ ധാരാളം യാത്രക്കാർ വിനോദസഞ്ചാരികൾ ഇതുവഴി എത്തുന്നുണ്ട്. 1908 ഈ റെയിൽവേ സ്റ്റേഷൻ യാഥാർത്ഥ്യമാകുന്നത്. അവിടുത്തെ നൈം ബോർഡും കാര്യങ്ങളൊക്കെ നശിച്ച് കേടുവന്ന നിലയിലാണ് കാണപ്പെടുന്നത്. പഴയ ആവി എഞ്ചിന് അവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അവിടെ ട്രെയിൻ വന്ന് നിൽക്കുന്നുണ്ട്. ധാരാളം സിനിമകളിലും മറ്റും ലൊക്കേഷനുകളിലൊക്കെ വേദിയായിട്ടുള്ള സ്ഥലമാണ് ഈ റെയിൽവേ സ്റ്റേഷന്. ആ ട്രെയിൻ യാത്രയും വളരെ മനോഹരമാണ്. ഈ ട്രെയിൻ യാത്ര അതനുഭവിച്ച് അറിയേണ്ട ഒരനുഭവം തന്നെയാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും മനോഹരമായ റെയിൽവേ ലൈനാണ് ഊട്ടി മേട്ടുപ്പാളയം റെയിൽവേ ലൈന്. പഴയ ആവി എഞ്ചിനാണ് അവിടെ ഉള്ളത്. ആ കൽക്കരിയിലൊക്കെ ഓടുന്ന അതിപ്പോൾ പ്രദർശന വസ്തുവായിട്ട് ഇവിടെ പ്രദർശിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഈ ഊട്ടിയെ അപേക്ഷിച്ച് നല്ല ചൂടാണ്. കഴിഞ്ഞ 52 വർഷത്തിലെ ഏറ്റവും നഗരത്തിലെ ചൂടാണ് ഇപ്രാവശ്യം രേഖപ്പെടുത്തിയിട്ടുള്ളത്. പക്ഷേ കേരളത്തിൽ നിന്ന് ചെല്ലുമ്പോൾ നമുക്ക് നല്ല തണുപ്പാണ്. രാത്രിയൊക്കെ നല്ല തണുപ്പുണ്ട്. പിന്നെ അവിടെ വെയിലുണ്ടെങ്കിലും നല്ല കാറ്റ്, തണുത്ത കാറ്റുള്ള കാരണം ചൂട് അറിയുന്നില്ല. ഇന്ന് മുതൽ ഇനി ഊട്ടിയിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ പാസ് സംവിധാനമൊക്കെ നിലവിൽ വന്നിട്ടുണ്ട്. ധാരാളം യാത്രക്കാരാണ് ഊട്ടി റെയിൽവേ സ്റ്റേഷനിൽ ഇപ്പോൾ ഉള്ളത്. ആ ട്രെയിനിൻ്റെ ഫ്രണ്ടിൽ ബാക്കിൽ നമുക്ക് ഫോട്ടോ എടുക്കാനുള്ള സൗകര്യമുണ്ട്. സഞ്ചാരികളൊക്കെ അവിടെ നിന്ന് ഫോട്ടോ എടുക്കാനുള്ള തിരക്കിലാണ്. ഇത് നല്ല ഒരു അനുഭൂതിയാണ് ഓരോ സഞ്ചാരിക്കും സമ്മാനിക്കുന്നത്. ഊട്ടിയിലെ കാലാവസ്ഥയും മനോഹരമായ കുന്നുകളും തേയിലത്തോട്ടങ്ങളും എല്ലാം വളരെ നല്ലൊരു അനുഭവം തന്നെയാണ് ഈ യാത്ര സമ്മാനിക്കുന്നത്. ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും പോകേണ്ട ഒരു യാത്രകളിലൊന്നാണ് ഊട്ടി മേട്ടുപ്പാളയം റെയിൽവേ. ടിക്കറ്റ് വളരെ മുൻകൂട്ടി ബുക്ക് ചെയ്തിട്ട് വേണം നമ്മൾ ടിക്കറ്റ് എടുക്കാൻ. ഉദകമണ്ഡലം റെയിൽവേ സ്റ്റേഷൻ എന്നാണ് ആ റെയിൽവേ സ്റ്റേഷന് പറയുന്ന പേര്. വളരെ നല്ല രീതിയിൽ തന്നെയാണ് ഓരോ സംവിധാനങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. യാത്രക്കാർക്കൊക്കെ നല്ല ഫ്രീ ആയിട്ട് യാത്ര ചെയ്യാൻ പറ്റും. 2 മണിക്കൂറാണ് ഊട്ടി ടു മേട്ടുപ്പാളയം റൂട്ട് റെയിൽവേ സമയം വരിക. വളരെ മികച്ചൊരു അനുഭവമാണ് ഓരോ യാത്രക്കാരനും ഈ റൂട്ട് സമ്മാനിക്കുന്നത്. ധാരാളം മലയാളികളടക്കം ധാരാളം യാത്രക്കാർ സഞ്ചാരികൾ ഊട്ടി കാണാനെത്തുന്നുണ്ട്. ഇനിയിപ്പോൾ അടുത്ത ആഴ്ച ഫ്ലവർ ഷോ തുടങ്ങുകയല്ലേ. അപ്പോൾ ഗതാഗത നിയന്ത്രണങ്ങളും ഇപ്രാവശ്യം പിന്നെ ഫ്ലവർ ഷോക്ക് 10 ദിവസമാണ്. മുൻപൊക്കെ 5 ദിവസമായിരുന്നു. ഊട്ടിയിൽ ഉൾക്കൊള്ളാവുന്നതിലധികമാണ് ഇപ്പോഴവിടുത്തെ ജനസംഖ്യ. അത് ജനങ്ങൾ തിങ്ങുകയാണ് വന്നിട്ട്. പെരും തിരക്കാണ്. ഹോട്ടലുകളിലും റൂമുകളിലൊക്കെ പെരും വാടകയാണ്. നല്ലൊരു തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഉദകമണ്ഡലം റെയിൽവേ സ്റ്റേഷൻ 1908 ഈ റെയിൽവേ ലൈൻ യാഥാർത്ഥ്യമാകുന്നത്. വളരെ മികച്ചൊരു അനുഭവം തന്നെയാണ് ഇത്. ഉച്ചക്ക് 1:50 ഞങ്ങളവിടെ എത്തുന്നത്. മേട്ടുപ്പാളയത്തേക്ക് പോകുന്ന ട്രെയിന് അവിടെ എത്തിയിട്ടുണ്ട്. ആളുകളൊക്കെ അതിൽ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഏതാനും സമയത്തിനുള്ള ട്രെയിൻ അവിടെ നടക്കും. ഊട്ടിയിലെ മറ്റ് വിശേഷങ്ങളുമായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഈ റൂട്ടിലൂടെ യാത്ര ചെയ്തിട്ടുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ റെയിൽവേ ലൈനിൽ ചിത്രീകരിച്ചിട്ടുള്ള സിനിമകളും സിനിമാ പേരുകളും രംഗങ്ങളൊക്കെ അറിയുന്നവർ കമൻറ്റ് ചെയ്യുക. വളരെ നല്ലൊരു ലൊക്കേഷനും ഇതുമാണ് ഉദകമണ്ഡലം റെയിൽവേ സ്റ്റേഷന്.
അപ്പോൾ ഊട്ടിയിലെ മറ്റൊരു വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യുക, ഷെയർ ചെയ്യുക.